മൂന്നാം ദിനം കേരള ബോക്സ് ഓഫീസിൽ അടിപതറിയോ പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഖലീഫ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഖലീഫ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ മൂന്നാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ് സുകുമാരൻ രാജേട്ടൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് അണിയിച്ചിരിക്കി ഈ ഓണം നാളുകളിൽ വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നല്ലോ ഖലീഫ എന്ന് പറയുന്ന സിനിമ. വളരെയധികം സിനിമാ പ്രേമികളായിരുന്നു ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രം തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനം കേരള ബോക്സ് ഓഫീസിൽ അടിപതർന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് മൂന്നാം ദിനമായിട്ടുള്ള ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1,90,00,000 രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. വലിയൊരു ഫെസ്റ്റിവൽ സീസണിൽ ഒരു മലയാള സിനിമയുടെ ഒരു ഹെവി പടത്തിന് ലഭിക്കുന്ന ഒരു ആവറേജ് കളക്ഷൻ എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. ആദ്യ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇതിനോടൊപ്പം തന്നെ 25,50,00,000 രൂപ സ്വന്തമാക്കി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഏകദേശം 9 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം ഓവർസീസിൽ നിന്നായിട്ട് ഏകദേശം 14,25,00,000 രൂപയോളം സ്വന്തമാക്കാനും സാധിക്കുന്നുണ്ട്. ചിത്രം ബോക്സ് ഓഫീസിൽ ഞായറാഴ്ച ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് കാഴ്ചവെക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാം. ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ ഖലീഫ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.